ഗ്രീൻലൻഡിനെ സ്വന്തമാക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങളെ തുടർന്ന് കണ്ണുകളെല്ലാം ലോകത്തിന്റെ ഏറ്റവും വലിയ ഈ ദ്വീപിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ഗ്രീൻലൻഡ്, വെനസ്വേല, കാനഡ എന്നിവയെ യുഎസിന്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന AI മാപ്പ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള സ്വയംഭരണ അധികാരമുള്ള ദ്വീപായ ഗ്രീൻലൻഡിനെ ദേശീയ സുരക്ഷ മുൻനിർത്തി യുഎസിന് വേണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. പണം നൽകിയോ വേണ്ടിവന്നാൽ സൈന്യത്തെ ഉപയോഗിച്ചോ സ്വന്തമാക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. നോക്കത്താ ദൂരത്തോളം മഞ്ഞു മൂടിക്കിടക്കുന്ന പച്ചപ്പ് വിരളമായി മാത്രം കാണുന്ന ഈ പ്രദേശത്തിനായി എന്തിനാണ് ആഗോള ശക്തികൾ കൊമ്പുകോർക്കുന്നതെന്ന് ചിന്തിക്കാത്തവർ കുറവായിരിക്കും. ഗ്രീൻലൻഡിന്റെ തണുത്തുറഞ്ഞ പ്രതലത്തിന് കീഴിൽ ആഗോള ശക്തി സമവാക്യങ്ങളെ പുനർനിർമ്മിക്കാൻ കഴിയുന്ന തന്ത്രപരവും സാമ്പത്തികവുമായി നിധിയുണ്ടെന്നതാണ് ഇതിന് കാരണം. ട്രംപ് ഗ്രീൻലൻഡിനെ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരന്റെ കണ്ണിലൂടെയാണ് നോക്കിക്കാണുന്നതെന്നാണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ. ദ്വീപിന്റെ മഞ്ഞിനടിയിലായി അപൂർവ ഭൗമ മൂലകങ്ങളുടെയും ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് ആവശ്യമായ ധാതുക്കളുടെയും വലിയ ശേഖരമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. ഇതിലാണ് ട്രംപിന്റെ കണ്ണും. സ്മാർട്ട് ഫോൺ സ്പീക്കറുകൾ, ഹാർഡ് ഡ്രൈവുകൾ, ഇലക്ട്രിക് വാഹന മോട്ടോറുകൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ നിയോഡൈമിയം, വിമാന എഞ്ചിനുകളിലും ഉയർന്ന തീവ്രതയുള്ള ഗ്ലാസ് വെൽഡിങ്ങുകളിലും ഉപയോഗിക്കുന്ന പ്രസിയോഡൈമിയം, ന്യൂക്ലിയർ റിയാക്ടർ കൺട്രോൾ റോഡുകൾക്കും ലേസർ സിസ്റ്റങ്ങൾക്കും അത്യാവശ്യമായ ഡിസ്പ്രോസിയം, LED ലൈറ്റുകളിലും ടെലിവിഷൻ സ്ക്രീനുകളിലും നിറവും തെളിച്ചവും വർദ്ധിപ്പിക്കുന്ന ടെർബിയം, ഹൈബ്രിഡ് കാർ ബാറ്ററികളിലും ഉയർന്ന കൃത്യതയുള്ള ക്യാമറ ലെൻസുകളിലും ഉപയോഗിക്കുന്ന ലാന്തനം എന്നിവ ഗ്രീൻലൻഡിൽ ഒളിഞ്ഞിരിക്കുന്ന ധാതുക്കളിൽ ഉൾപ്പെടുന്നു. ഈ മൂലകങ്ങൾക്ക് പകരം വെക്കാൻ നിലവിൽ മറ്റു വസ്തുക്കളില്ല. ഇവയില്ലെങ്കിൽ ആഗോള സാങ്കേതിക വിദ്യ പതിറ്റാണ്ടുകൾക്ക് പിന്നോട്ട് പോകുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ അപൂർവ ഭൗമധാതുക്കളുടെ ആഗോള വിതരണത്തിന്റെ 8090% നിയന്ത്രിക്കപ്പെടുന്നത് ചൈനയാണ്. ഈ മേഖലയിലെ ചൈനയുടെ ആധിപത്യം ചെറുതൊന്നുമല്ല അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്നത്. ധാതുക്കളുടെ വിതരണത്തിലെ തടസ്സം പ്രതിരോധം മുതൽ പുനരുപയോഗ ഊർജ്ജം വരെയുള്ള വ്യവസായങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഗ്രീൻലൻഡിന്റെ ധാതു സമ്പത്ത് ചൈനയുടെ കുത്തക തകർക്കാനുള്ള നിർണായക പിടിവള്ളിയാണ്. ദ്വീപിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനവും അമേരിക്കയുടെ ഗൂഢലക്ഷ്യങ്ങൾക്ക് പിന്നിലുണ്ട്. വടക്കേ അമേരിക്കയ്ക്കും യൂറോപ്പിനും ആർട്ടിക് പ്രദേശത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡ് റഷ്യൻ, ചൈനീസ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള ഒരു നിർണായക വീക്ഷണകോണായി കണക്കാക്കപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനത്താൽ മഞ്ഞുരുകൽ വർദ്ധിക്കുന്നത് കണക്കിലെടുത്താൽ വടക്കൻ കടൽപാതയും സഞ്ചാരയോഗ്യമായി കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയാം. ഇത് യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള കപ്പൽ യാത്രാ ദൂരം ഗണ്യമായി കുറയ്ക്കുന്നുവെന്നതും ട്രംപ് മനസ്സിൽ കാണുന്നു. അതേസമയം ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ ഏർപ്പെടുത്താനിരുന്ന കടുത്ത താരിഫ് ഭീഷണിയിൽ നിന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവാങ്ങി. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിനിടെ നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായി നടത്തിയ നിർണായക ചർച്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നയതന്ത്ര പിന്മാറ്റം. ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരാനിരുന്ന താരിഫുകൾ ഇനി ഉണ്ടാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ട്രംപ് ഈ വിവരം പങ്കുവച്ചത്. നാറ്റോ തലവനുമായി നടത്തിയ കൂടിക്കാഴ്ച അത്യന്തം ഫലപ്രദമായിരുന്നുവെന്നും ഗ്രീൻലൻഡിന്റെയും ആർട്ടിക് മേഖലയുടെയും ഭാവി സുരക്ഷാ കാര്യങ്ങളിൽ ഇരുപക്ഷവും ഒരു പൊതുധാരണയിൽ എത്തിയതായും ട്രംപ് പറഞ്ഞു. ഈ പുതിയ കരാർ അമേരിക്കയ്ക്കും നാറ്റോ സഖ്യകക്ഷികൾക്കും ഒരുപോലെ ഗുണകരമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗ്രീൻലൻഡിലെ ഖനി നിക്ഷേപങ്ങളും സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ഗോൾഡൻ ഡോം ചർച്ചകൾ തുടരുമെന്നും വൈസ് പ്രസിഡന്റ് JD വാൻസ്, വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിന് മേൽനോട്ടം വഹിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സഖ്യകക്ഷികൾ എന്നും വാഷിംഗ്ടനൊപ്പം നിൽക്കുമെന്ന് മാർക്ക് റൂട്ടെ ട്രംപിന് ഉറപ്പ് നൽകി. സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം നാറ്റോ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയ്ക്കൊപ്പം പോരാടിയത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റൂട്ടയുടെ വാക്കുകളെ ട്രംപ് പ്രശംസിച്ചു. നേരത്തെ ഗ്രീൻലൻഡ് പിടിച്ചെടുക്കാൻ സൈനിക ശക്തി ഉപയോഗിക്കില്ലെന്ന് ട്രംപ് ദാവോസിൽ പ്രഖ്യാപിച്ചിരുന്നു. ഗ്രീൻലൻഡിനെ വെറും ഒരു ഐസ് കഷ്ണം എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ദശാബ്ദങ്ങളായി യൂറോപ്പിനെ സംരക്ഷിക്കുന്ന അമേരിക്കയ്ക്ക് പകരമായി ആ പ്രദേശം നൽകുന്നത് ചെറിയൊരു ആവശ്യമാണെന്നും വാദിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.